ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ഫാർമസിസ്റ്റ് ദിനം. ആരോഗ്യ പുരോഗതിയിൽ ഫാർമസിസ്റ്റുകളുടെ കടമയും ഉത്തരവാദിത്യങ്ങളും ഓർമ്മിപ്പിക്കാനും പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവരോടുള്ള കൃതജ്ഞത അറിയിക്കാനുമുള്ള ദിനം. മരുന്നുകളെക്കുറിച്ച് ആധികാരികമായി വിവരം നൽകുന്ന ഫാർമസിസ്റ്റുകളെ വെറും മരുന്ന് വിൽപ്പനക്കാർ മാത്രമായി കരുതപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ അവർ വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം ബാക്കിയാകുന്നു. ഇന്ത്യയിൽ ആദ്യമായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഒരുങ്ങുന്ന ഡ്രൈവറില്ലാ മെട്രോ ട്രെയിനുകൾ ദില്ലിയിൽ സർവീസ് നടത്തും. ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിൽ നിന്നാണ് ആദ്യ സെറ്റ് ട്രെയിനുകൾ എത്തുക. ഡൽഹി മെട്രോ കുടുംബത്തിന് ചരിത്രപരമായ ദിനമാണിതെന്ന് ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ വികാസ് കുമാർ പറഞ്ഞു. എംപോക്സ് ഗ്രേഡ് 1Bയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അനാവശ്യ പ്രചരണം ഒഴിവാക്കണമെന്നും എന്നാൽ പ്രകടനശേഷി കൂടുതലുള്ള വകഭേദമാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി പ്രതികരിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. DGPക്ക് കൈമാറിയ ADGPയുടെ റിപ്പോർട്ടും ADGPക്കെതിരായ കുറിപ്പും മുഖ്യമന്ത്രി ഇന്നലെ പരിശോധിച്ചിരുന്നു. ADGPക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് DGPയുടെ കുറിപ്പിലുള്ളത്. ഇതും കൂടി പരിഗണിച്ചാകും സർക്കാർ നീക്കം. പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ സംശയാസ്പദ നീക്കമുണ്ടായെന്നാണ് ADGPയുടെ കണ്ടെത്തൽ. വിശദമായ അന്വേഷണമാണ് CPIയും കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നത്. ഗൂഢാലോചന പുറത്തുവരാൻ വിശദമായ അന്വേഷണം DGPയും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനാൽ ജുഡീഷ്യൽ അന്വേഷണമോ ക്രൈംബ്രാഞ്ച് അന്വേഷണമോ സർക്കാരിൽ പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. ADGP MR അജിത് കുമാർ വിഷയത്തിൽ സംഭവ വികാസങ്ങൾ പൊതുസമൂഹത്തിൽ CPIയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി നേതൃത്വമാണെന്നും മുതിർന്ന CPI നേതാവ് KE ഇസ്മായിൽ. പാർട്ടി എടുക്കുന്ന ഉറച്ച തീരുമാനം LDFൽ അംഗീകരിക്കുന്ന കീഴ്വഴക്കമാണ് മുൻപുണ്ടായിരുന്നതെന്നും വെറും വാക്കായി വർത്തമാനം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ലെന്നും ഇസ്മായിൽ പറഞ്ഞു. MLA PV അൻവറിനെതിരെ പ്രതിഷേധവുമായി വനം വകുപ്പ് ജീവനക്കാർ. PV അൻവർ വാഹന പാർക്കിങ്ങിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ. ജീവനക്കാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെ പോകുന്നതിനും ഒരുക്കമാണെന്ന് ഓരോ അംഗങ്ങൾക്കും ഉറപ്പു നൽകുന്നുവെന്നും സംഘടന വ്യക്തമാക്കി. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ സസ്പെൻഷൻ നേരിട്ട ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥൻ എന്നിവരെ സർവീസിൽ തിരിച്ചെടുത്തു. ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ മാതൃകാപരമായ ശിക്ഷിക്കണമെന്ന് VC ഉൾപ്പെടെ 4 പേർ ആവശ്യപ്പെട്ടെങ്കിലും മാനേജ്മെന്റ് കൗൺസിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഇത് എതിർത്തു. കൂടുതൽ നടപടി വേണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ആവശ്യപ്പെട്ടിരുന്നു. ചെറായി മുനമ്പം വില്ലേജുകളിലെ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് കയ്യേറുന്നുവെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ പരാതി നൽകി സീറോ മലബാർ സഭ. 600-ലധികം കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണെന്നും വഖഫ് നിയമ ഭേദഗതിയിൽ ഈ വിഷയം പരിഹരിക്കാനുള്ള നിർദ്ദേശമുണ്ടാകണമെന്നും ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ മാസം 10-ന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. തിരുവനന്തപുരത്ത് ആംബുലൻസ് ഉടമകളുമായും തൊഴിലാളി പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. 10 കിലോമീറ്ററിലാണ് മിനിമം നിരക്കെന്നും ആദ്യ 1 മണിക്കൂറിൽ വെയിറ്റിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല എന്നും മന്ത്രി അറിയിച്ചു. പാലക്കാട് ആലത്തൂരിലെ തോണിപ്പാടത്ത് നടത്തിയ കാളപൂട്ട് മത്സരത്തിനെതിരെ കേസെടുത്ത പോലീസ്. മാധ്യമ വാർത്തകളെ തുടർന്ന് പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് ഇന്ത്യ എന്ന സംഘടനയുടെ പരാതിയിലാണ് നടപടി. നിയമവിരുദ്ധമായി കാളയോട്ടത്തിനായി മൃഗങ്ങളെ ഉപദ്രവിച്ച് കാണികളെ അപകടത്തിലാക്കുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചു എന്നാണ് കേസ്. വയനാട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് KK വിശ്വനാഥൻ UDF കൺവീനർ സ്ഥാനം രാജിവെച്ചു. ജില്ലയിലെ DCC പ്രസിഡന്റ് ND അപ്പച്ചനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് രാജി. DCC പ്രസിഡന്റിന് ഗ്രൂപ്പ് കളിക്കാനാണ് താല്പര്യമെന്നും ജില്ലയിൽ കോൺഗ്രസ് ഇല്ലാതായി കൊണ്ടിരിക്കുകയാണെന്നും KK വിശ്വനാഥൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ ഡിസംബർ 2 മുതൽ 18 വരെ 2 ഘട്ടങ്ങളിലായിരിക്കും വിചാരണ. വിചാരണയുടെ 2ാം ഘട്ടം ജനുവരിയിൽ നടക്കും. തിരുവനന്തപുരം 1ാം ക്ലാസ് സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കോടതിയിൽ നേരിട്ട് ഹാജരായ ശ്രീറാം വെങ്കട്ടരാമൻ കുറ്റം നിഷേധിച്ച സാഹചര്യത്തിലാണ് വിചാരണ ആരംഭിക്കാൻ കോടതി തീരുമാനിച്ചത്.
മുതലപ്പുഴ അഴിമുഖത്ത് ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി തുറമുഖ വകുപ്പ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് തുറമുഖ വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുലിമുട്ട് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സർക്കാരിനും പാർട്ടിക്കുമെതിരായ കള്ളപ്രചരണങ്ങൾ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത CPIM നേതാവ് EP ജയരാജൻ. ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞ ശേഷം ആദ്യമായാണ് ജയരാജൻ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ME ജയരാജൻ, TB സുമേഷ് MLA തുടങ്ങിയ നേതാക്കളും മാർച്ചിൽ പങ്കെടുത്തു. മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബ് കൊല്ലപ്പെട്ട കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളി സുപ്രീം കോടതി. എന്നാൽ കേസിന്റെ വിചാരണ വേളയിൽ മറ്റു ആരുടെയെങ്കിലും പങ്ക് തെളിഞ്ഞാൽ നിയമപരമായ മാർഗം തേടാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞു. 2018 ഫെബ്രുവരി 12 എടയന്നൂരിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ഗതാഗത വകുപ്പിന് 2 കോടി രൂപ അനുവദിച്ച സർക്കാർ. എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് 20 വാഹനങ്ങൾ വാങ്ങാനാണ് തുക അനുവദിച്ചത്. പുതുപ്പള്ളിയിൽ പണി കഴിപ്പിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്ന് മന്ത്രി MB രാജേഷ്. EMSനെ മാത്രമേ ആദരിക്കാവൂ എന്ന നിലപാട് ഇടതുപക്ഷത്തിലില്ലെന്നും കേരളത്തിലെ രാഷ്ട്രീയമായ സഹിഷ്ണുതയുടെയും ഉന്നതമായ ജനാധിപത്യ ബോധ്യത്തിന്റെയും പ്രതീകങ്ങളായി അവ ഉയർന്നു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുൻ അടക്കമുള്ളവർക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുകയാണെന്ന് നാവികസേന. നിലവിൽ നാവികസേനയുടെ കോർഡിനേറ്ററുകളെ എല്ലാം ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നൽകി ഇനി നാവികസേനയെ ആവശ്യം വരുന്നതിന് അനുസരിച്ച് മാത്രം വിളിക്കാനും തീരുമാനമായി. മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ നിപ്പ മൂലമുള്ള മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചു. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7, മമ്പാട് പഞ്ചായത്തിലെ 7ാം വാർഡ് എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണവും മാസ്ക് നിർബന്ധമായതടക്കം ജില്ലയിൽ പൊതുവായി ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. സിനിമാ പ്രൊമോഷന് പരിപാടികളും അഭിമുഖങ്ങളും കവർ ചെയ്യുന്നതിന് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അടക്കം 6 മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ഇനി അനുമതി ഉണ്ടാവൂ. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകുന്ന വിഷയത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകാൻ MM ലോറൻസിന്റെ 3 മക്കൾക്കും അറിയിപ്പ്. മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടു നൽകരുതെന്നാണ് മകൾ ആശ ആവശ്യപ്പെടുന്നത്. തീരുമാനം വരും വരെ ലോറൻസിന്റെ മൃതദേഹം പഠന ആവശ്യങ്ങൾക്ക് കൈമാറരുതെന്നും തൽക്കാലം ആശുപത്രി മോർച്ചറിൽ സൂക്ഷിക്കാനുമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തി. വെടിമരുന്ന് കൈകാര്യം ചെയ്യുന്നതിനുള്ള ലൈസൻസ് അനുവദിക്കുന്നതിൽ ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ വിസ്ഫോടന എന്ന പേരിട്ട പരിശോധന സംഘടിപ്പിക്കുന്നതെന്ന് വിജിലൻസ് അധികൃതർ അറിയിച്ചു. തമിഴ് ചലച്ചിത്ര സംവിധായകൻ മോഹൻ ജിയെ തിരുച്ചിറപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പഴനി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർക്ക് വിതരണം ചെയ്യുന്ന പഞ്ചാമൃതത്തിൽ പുരുഷ ലൈംഗിക ശേഷി ഇല്ലാതാക്കുന്ന മരുന്ന് ചേർക്കുന്നുണ്ടെന്ന പരാമർശത്തെ തുടർന്നാണ് അറസ്റ്റ്. മൈസൂർ നഗരവികസന അതോറിറ്റി ഭൂമിയിടപാട് കേസിൽ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ BJPക്കെതിരെ വിമർശനവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. BJPയുടേത് പ്രതികാര രാഷ്ട്രീയമാണെന്നും സാമൂഹ്യനീതിക്കായി പോരാടുന്നതിനാലാണ് BJPയും JDSും പ്രതികാര നടപടി സ്വീകരിക്കുന്നതെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ലബനനിൽ ഇസ്രായേൽ നടത്തിവരുന്ന വ്യാപക വ്യോമാക്രമണത്തിൽ മരണം 558. ബെയ്റൂട്ടിലുണ്ടായ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും ഒരു കമാൻഡറെയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം. ലബനനെ മറ്റൊരു ഗാസയാക്കി മാറ്റാൻ അനുവദിക്കരുതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസക്ഷിയൻ. ഇസ്രായേലിനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാവിധത്തിലുള്ള പിന്തുണയും ലഭിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നും മസൂദ് പെസക്ഷിയൻ പറഞ്ഞു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസിന് വൻ ഭൂരിപക്ഷം പ്രവചിച്ച റോയിട്ടേഴ്സ്.
ഇപ്സോസ് സർവേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ 7 പോയിന്റ് ലീഡാണ് കമല സർവേകൾ നേടിയിരിക്കുന്നത്. അതേസമയം US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസിനോട് തോറ്റാൽ ഇനിയൊരു തവണ കൂടി മത്സരിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപിൻ പ്രഖ്യാപിച്ചു.